ഹലോ ഹായ്, നാട്ടിൻപുറത്തിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദാമാവ് എടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് കടലമാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ തുണ്ട് ഇഞ്ചിയും 2 പച്ചമുളകും കൂടി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പിലയും മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ ജീരകം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ച് തണുത്ത വെള്ളത്തിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാവുന്ന, നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് അതിൻ്റെ കൂട്ട് കിട്ടുന്നത്. അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏതെണ്ണയായാലും കുഴപ്പമില്ല, സൺഫ്ലവർ ആയാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഇതിലേക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആകൃതിയിൽ ഇത് പിടിച്ച് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളി സ്മെല്ലാണ് നമുക്ക് വരുന്നത്. നല്ലൊരു ഫ്ലേവറാണ് ഇതിൻ്റെത്. ഇതെല്ലാം കൂടി മല്ലിയിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും. അതിന് ശേഷം ഇതുപോലെ തിളച്ചതിന് ശേഷം ഒരു സൈഡൊന്ന് ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ ഇപ്പോൾ 2 സൈഡും നല്ല ബ്രൗൺ കളറായി മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മളതൊന്ന് കോരി മാറ്റണം. നല്ലതുപോലെ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള, നല്ല ചായയുടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. വൈകുന്നേരങ്ങൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സാണ്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും.